ശ്രീ സേനാപതി വേണു, ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞിട്ടുള്ളവരാണ് പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ്സുകാർ. നോക്കൂ, ഇവിടിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഏതാണ്ട് 80-കൾ മുതൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഭാഗമാണത്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മുൻ ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ പറഞ്ഞു പെരുപ്പിച്ച അത്രയുമില്ല, നിങ്ങൾ തന്നെ അവതരിപ്പിച്ച യഥാർത്ഥ കണക്ക് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആശ്വസിക്കേണ്ട സമയമല്ലേ ഇത്? നോക്കൂ രേണുക, ഞങ്ങൾ 10 കൊല്ലം അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന ആളുകളാണ്. ഞങ്ങൾ 10 കൊല്ലം ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ എന്താണ് വർത്തമാനകാല കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് അത് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആ ബാധ്യതയുടെ പേരിലാണ് ഞങ്ങൾ വളരെ പ്രമുഖരായ ആളുകളെ, ഒന്ന് ശ്രീ KM ചന്ദ്രശേഖരൻ, അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്, വലിയ സാമ്പത്തിക വിദഗ്ധനാണ്. അതുപോലെ തന്നെ ശ്രീ D നാരായണൻ, അദ്ദേഹം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ തലവനായിരുന്ന ആൾ, വളരെ പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധൻ. അതോടൊപ്പം തന്നെ ശ്രീ M പരമേശ്വരൻ, അദ്ദേഹം ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലവനായിരുന്നു. ശ്രീ കിരൺ കുമാർ, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ വളരെ സമഗ്രമായ പഠനം നടത്തി എന്താണ് വർത്തമാനകാല കേരളത്തിൻ്റെ സാമ്പത്തിക ചിത്രം എന്നുള്ള ആ വിവരം ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. അത് ഇന്ന് ഞങ്ങൾ സഭയുടെ മേശപ്പുറത്ത് വെച്ച ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നൊരു കാര്യം, ബജറ്റിന് പുറത്തുള്ള ബാധ്യതകൾ ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തിൻ്റെ സമഗ്ര ചിത്രം നൽകുക എന്നതാണ് ഈ റിപ്പോർട്ടിൻ്റെ ലക്ഷ്യം. എന്നിരുന്നാലും ഇത് ഒരു ഫോറൻസിക് ഓഡിറ്റ് അല്ല, മറിച്ച് നിലവിലെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് വിശകലനാത്മകവും വിവരാധിഷ്ഠിതവുമായ ഒരു സ്ഥിതി വിവര രേഖയാണ് ഇന്ന് ഞങ്ങൾ സഭയുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സാമ്പത്തിക ബാധ്യത 5.07 lakh crores. അപ്പോൾ ഇത്രയും വലിയൊരു കടബാധ്യതയുമായി ഈ കേരളത്തിന് ഇനി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഇത് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമല്ലോ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരവിൻ്റെ 77% എന്താ പറയുക, കമ്മിറ്റഡ് എക്സ്പെൻസസ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ശമ്പളം, പെൻഷൻ, മറ്റ് കാര്യങ്ങൾ എല്ലാം 20%-ലേറെ കടമെടുത്തിരിക്കുന്നതിൻ്റെ പലിശ. അപ്പോൾ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ഇങ്ങനെ കൊടുത്തു തീർക്കുമ്പോൾ വികസനത്തിന് വേണ്ടി നമുക്ക് മുടക്കാൻ കഴിയുന്ന തുകയുടെ ശതമാനം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവ്. അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ 4/1, 5/1 ഒക്കെയാണ്. അപ്പോൾ ഇനി എത്ര കാലം നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വളരെ ലളിതമായും കൃത്യമായും കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, കാരണം അവിടെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ ബഹുമാന്യായ ധനമന്ത്രി, അദ്ദേഹം ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പൂച്ച വെറ്റുകിടക്കുന്ന ഖജനാവിനെ കുറിച്ച്. അപ്പോൾ മുൻ ധനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ 6000 കോടി ഖജനാവിൽ മിച്ചം വെച്ചിട്ട് പോയി. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ 6000 കോടി മിച്ചം വെച്ചിട്ട് പോകുമ്പോൾ 21,000 കോടി ജീവനക്കാരുടെ DAയും അതുപോലെ തന്നെ ക്ഷാമബത്തയും ഡിയർനെസ് അലവൻസും ഇത് രണ്ടും കൂടെ ചേർന്ന് ഏതാണ്ട് 21 + 17 കൊടുത്തു തീർക്കാനുണ്ട്. എന്തിനാണ് നമ്മൾ പറയുന്നത്? ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞൊരു കാര്യമാണല്ലോ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസനത്തിന് വേണ്ടിയുള്ള 3ാം ഗഡു അവർക്ക് കൊടുക്കണം. പല പഞ്ചായത്തുകളും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്താൻ പറ്റാതെ ഇപ്പോൾ MLA-മാരായി ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാരണമെന്നറിയോ? അവർക്ക് ഫണ്ട് എത്തിയിട്ടില്ല. 3ാം ഗഡു കൊടുക്കേണ്ട തുക അവർക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ചെറുതും വലുതുമായി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പട്ടികജാതി വികസന വകുപ്പിന് കൊടുക്കേണ്ട ഏതാണ്ട് 371 കോടി രൂപ അത് കൊടുക്കുന്നില്ല. ഈ പാവങ്ങൾക്ക് കിട്ടേണ്ടതാണ്, അവരുടെ പഠനത്തിന് മറ്റ് ചെലവുകൾക്കൊക്കെ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ സംസ്ഥാനം സമയാസമയം കൊടുത്തു തീർക്കേണ്ട ഇത്രയും വലിയ തുകകൾ, ആ തുകകൾ മുഴുവൻ കുടിശ്ശികയാക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ 6000 കോടി ഖജനാവിലിരിക്കുമ്പോൾ അതിൻ്റെ 5 or 6 ഇരട്ടി കൊടുത്തു തീർക്കേണ്ട തുക ബാധ്യത നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിലയിൽ ഇനി എത്ര കാലം ഒരു ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയും? അപ്പോൾ ജനങ്ങളോട് ഈ കാര്യം സൂചിപ്പിക്കണം. അത് സൂചിപ്പിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഞങ്ങളൊക്കെ കിഫ്ബിയെ ഇപ്പം ഞങ്ങൾ വിമർശിക്കുന്നതാണ്. പക്ഷേ ആ കിഫ്ബിയെ കുറിച്ച് തന്നെ ഇതിനകത്ത് വളരെ എന്താ പറഞ്ഞത്, ഒരു നല്ല പരാമർശമാണ്. കാരണം വലിയ ഒരു ലക്ഷ്യത്തോടു കൂടി കിഫ്ബി തുടങ്ങിയതാണ്, ആ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതാണ്. പക്ഷേ വന്നിരിക്കുന്ന പ്രശ്നം എന്താണ്? കിഫ്ബി ബജറ്റിന് പുറത്തുള്ള വാങ്ങലിന് മാത്രമാണ്, എന്ന് കടമെടുക്കലിന് മാത്രമാണ്. ശരി, നിങ്ങൾ കടമെടുത്തുള്ളൂ,
പക്ഷേ കിഫ്ബിക്ക് എന്താണ് കുഴപ്പം? കിഫ്ബിയുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ കിഫ്ബിക്ക് സ്വന്തമായിട്ട് വരുമാനമില്ലാത്തത് കൊണ്ട് ഈ കടം മുഴുവൻ കൊടുത്തു തീർക്കേണ്ടത് എവിടെ നിന്ന് കൊടുക്കണം? ഖജനാവിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ കിഫ്ബിക്ക് വേണ്ടി പണം കടം മേടിക്കുന്നു, അത് കിഫ്ബിയിലേക്ക് പോകുന്നു. അവിടെ ഓഡിറ്റിംഗ് ഇല്ല, അവിടെ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ അവസാനം ഇതിൻ്റെ ബാധ്യത എവിടെയാണ് വരുന്നത്? ഇത് സംസ്ഥാന ഖജനാവിൻ്റെ മുകളിൽ ഈ ബാധ്യത വരുന്നു. ഇപ്പോൾ 23,000 കോടിയുടെ ഇപ്പോൾ 21,000 കോടിയുടെ അടിയന്തര എന്താ പറഞ്ഞ ബാധ്യത അത് കൊടുത്തു തീർക്കേണ്ടത് കിഫ്ബിയുടെ ഉണ്ട്. അതോടൊപ്പം തന്നെ 35,000 കോടിയുടെ ഡെവലപ്മെന്റൽ വർക്ക് പകുതിയാക്കി വെച്ചിരിക്കുന്നതിന് പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ബജറ്റിന് പുറത്തു നിന്നുള്ള കടമെടുപ്പ് ഇതിനെ ന്യായീകരിക്കുമ്പോൾ വരുന്ന കുഴപ്പം എന്ത് എന്ന് ചോദിച്ചാൽ ഇത് തിരിച്ചടയ്ക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ്. ഇത് എവിടെ നിന്നാണ് തിരിച്ചടയ്ക്കുന്നത്? കിഫ്ബിക്ക് സ്വന്തമായിട്ട് വരുമാനമില്ല. കാര്യം പെട്രോളിയം സെസ്സും വാഹന നികുതിയുടെ ഒക്കെ വിഹിതമെന്ന് പറയുന്നത് അത് തിരിച്ചടവിൻ്റെ നാമമാത്രമായ തുകയാണ്. അപ്പോൾ ഈ ബാധ്യത മുഴുവൻ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വന്നതിന് ശേഷം ഇത് ഒരു അക്യൂമുലേറ്റഡ് എന്താ പറഞ്ഞ കടബാധ്യതയായി മാറിയിരിക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ധവളപത്രം ഇറക്കിയിട്ടുള്ളത്. ഈ ധവളപത്രത്തിലൂടെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ പരിഹാര മാർഗവും കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ്. രേണുക, ശരി. ശ്രീ സുരേഷ് കുമാർ, ഇവിടിപ്പോ ഇതൊരു രാഷ്ട്രീയ രേഖയാണ് എന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വാഗ്വാദങ്ങൾ സഭയ്ക്കുള്ളിൽ ഉണ്ടായത് നമ്മൾ കണ്ടു. പക്ഷേ ഈ വൈറ്റ് പേപ്പറിൽ തന്നെ ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നത് വിശദീകരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സീരിയസ് എവിഡൻസ് ബേസ്ഡ് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫിനാൻഷ്യൽ ഇൻഹെറിറ്റൻസ് ഓഫ് ദി ന്യൂ ഗവൺമെന്റ് എന്നതാണ് പറയുന്നത്. ഒരു ഗവൺമെന്റ് എവിടെ നിന്ന് പ്രവർത്തനം തുടങ്ങുന്നു എന്നതിൻ്റെ ഒരു രേഖ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിസൺ ഇൻഡക്ട്മെന്റ് അല്ല എന്നതും അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ വേണമോ? ഇവിടെ ഇപ്പോൾ 6,000 കോടി ബാക്കിയുണ്ട് എന്നത് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് ധവളപത്രം വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഈ സർക്കാർ അധികാരമേറ്റ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എത്തുമ്പോൾ അത് 2,000 കോടിയായി കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ കണക്കുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതിനെ രാഷ്ട്രീയ വിവാദമാക്കേണ്ടതുണ്ടോ? രേണുക, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിലായിരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസും UDF-ഉം പ്രചരിപ്പിച്ചതല്ല വസ്തുതകൾ എന്നുള്ളത് ഈ അവർ പുറത്തിറക്കിയ ധവളപത്രത്തിലൂടെ തന്നെ പുറത്തു വരികയാണ്. അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം, 2011 UDF സർക്കാരും 2016 അധികാരമേറ്റ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ധവളപത്രം പുറത്തിറക്കിയിട്ടുണ്ട്. ആ ധവളപത്രത്തിലൊക്കെ തന്നെ ഒരു സർക്കാർ ആധികാരികത ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ച ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ച ആളുകളെ സംബന്ധിച്ചൊന്നും അവരുടെ കഴിവുകളെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് കുറച്ചു തന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ ധനകാര്യ വകുപ്പ് പുറത്തിറക്കേണ്ടുന്ന ഒരു ധവളപത്രം പുറത്തിറക്കിയിട്ടുള്ളത് ഒരു സ്വകാര്യ ഏജൻസി പോലെയാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഒന്നാമത്തെ ആക്ഷേപമാണ്. രണ്ടാമത്തെ ആക്ഷേപം, കേരളത്തിന്റെ ഖജനാവ് പൂച്ച വെട്ടി കിടക്കുന്ന ഖജനാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഖജനാവ് അതല്ല വസ്തുത എന്ന് നമുക്കിപ്പോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള രേഖകളിലൂടെ തന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.